ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജി ഓഫ് ഗുഡ്നസ് ടുഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ധാരാളം ഒത്തുതീർപ്പ് സഭകളുള്ള ഈ തലമുറയിൽ, ധാരാളം കപട വേഷക്കാരുള്ള ഈ തലമുറയിൽ ദൈവത്തിൻ്റെ വിശ്വസ്തനാകണം, ദൈവം അറിയുന്ന, ദൈവത്തോടൊപ്പം നടക്കുന്ന ഒരാളായി തീരണം എന്നുള്ള വലിയ ആഗ്രഹത്തിലാണ് ഈ ശുശ്രൂഷകളെല്ലാം ചെയ്യുന്നത്. വിശ്വാസത്താണ് ആണ് ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് കേൾക്കുന്നവർക്കും സംസാരിക്കുന്ന എനിക്കും ഒരുപോലെ അനുഗ്രഹമുണ്ടാകണം. നിങ്ങൾ ഈ ചാനലിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞാനും നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ നിലയിലും ദൈവനാമം ഈ തലമുറയിൽ മഹത്വപ്പെടണം. ദൈവത്തിൻ്റെ അസാധാരണമായ വീര്യപ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നടക്കണം. സർവശക്തനായ ദൈവം ഇന്നും ജീവിക്കുന്നു. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും ജീവിക്കുന്നവനാണ്, വാക്കുമാറാത്തവനാണ്. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ ശക്തി നമ്മിലൂടെ വെളിപ്പെടുത്തുവാൻ, വിശ്വാസത്താൽ മുന്നേറുവാൻ ഈ വചന ശുശ്രൂഷ ഒരു മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്ന ദൈവത്തിൻ്റെ വചനം സങ്കീർത്തനം 84 10ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. ഈ സങ്കീർത്തനം അതിൻ്റെ മുകളിൽ സംഗീത പ്രമാണിക്ക് ഗദ്യരാഗത്തിൽ കോരഹപുത്രന്മാരുടെ ഒരു സംഗീതം എന്ന് ഒരു സങ്കീർത്തനം എന്ന് എഴുതിയിട്ടുണ്ട്. സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ സൽകീർത്തനം, പാട്ടാണ്. തമിഴിൽ ഇത് ശരിക്കും സംഗീതം എന്ന് തന്നെയാണ് പറയുന്നത്. സങ്കീർത്തനത്തിന് തമിഴിൽ സംഗീതം എന്ന് തന്നെയാണ് പറയുന്നത്. ഞാൻ ഇവിടെ ഒരു തമിഴ് ചർച്ചിൽ, ഒരു പാസ്റ്ററുടെ ചർച്ചിൽ പോയി. അദ്ദേഹം എനിക്ക് അവിടെ ശുശ്രൂഷയ്ക്കുള്ള അവസരം എല്ലാം തന്നു. ശുശ്രൂഷ കഴിഞ്ഞ് അദ്ദേഹം എന്നോട് പറഞ്ഞു, ബ്രദറെ, എനിക്ക് വേറൊരു സബ് ചർച്ചുണ്ട്, അപ്പോൾ അവിടെ നമുക്കൊന്ന് പോകാം, ഉച്ച കഴിഞ്ഞാണ് അവിടെ വർഷിപ്പ്, നമുക്ക് അവിടെയും കൂടി പോകാമെന്ന് പറഞ്ഞു. അവിടെ ഒരു സഹോദരിയാണ് കാര്യങ്ങൾ ലീഡ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ, അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഞാനും ആ പാസ്റ്ററും കൂടി അദ്ദേഹത്തിൻ്റെ സബ് ചർച്ച്, വേറെ കുറച്ച് അകലെയാണത്, അവിടെ ഞങ്ങൾ ചെന്നു. ഉച്ച കഴിഞ്ഞ് ഒരു സമയം അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ സഹോദരി ശുശ്രൂഷയ്ക്കായിട്ട് വളരെ ഒരുങ്ങി തയ്യാറായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ഇന്ന് ഈ സഹോദരൻ സംസാരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, ആ സിസ്റ്റർ വളരെ ഒരുങ്ങി വന്നതല്ലേ, ആ സിസ്റ്റർ സംസാരിക്കട്ടെ, ഞാൻ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ആ സിസ്റ്ററുടെ പറയാനുള്ള ആവേശവും താല്പര്യവും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഇവരെന്താണ് പറയുന്നതെന്ന് കേൾക്കാനുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായി. അധികം ആളുകളൊന്നുമില്ല, ആകെ ഒരു 5-6-7 ആളുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ സഹോദരി 84 സങ്കീർത്തനത്തിൽ നിന്നാണ് സംസാരിച്ചത്. ഈ സങ്കീർത്തനത്തിൻ്റെ മുകളിൽ കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനം എന്ന് എഴുതിയിട്ടുണ്ട്. ഈ സഹോദരി ശുശ്രൂഷിക്കുമ്പോഴൊക്കെ പറയുന്നത്, മോശ ഈ സങ്കീർത്തനം എഴുതി കോരഹും അബിരാമും നാഥാനും അവരുടെ കുടുംബങ്ങളെല്ലാം മരിച്ചുപോയി, അതുകൊണ്ട് അവർക്ക് വേണ്ടി മോശ എഴുതിയ ഒരു സങ്കീർത്തനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ തുടങ്ങിയത്. അങ്ങനെ ഞാനത് ശ്രദ്ധയോടെ അങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. എന്തൊക്കെയോ ആ സഹോദരി പറയുകയുണ്ടായി. അതെല്ലാം കേട്ട് പ്രസംഗം എല്ലാം അവസാനിപ്പിച്ചപ്പോൾ ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, അത് കോരഹപുത്രന്മാർ തന്നെ എഴുതിയിരിക്കുന്ന സങ്കീർത്തനമാണ്, അത് മോശ എഴുതിയിരിക്കുന്ന സങ്കീർത്തനമല്ല, ഒരു തിരുത്ത് ആ കാര്യത്തിലുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ പാസ്റ്റർ എന്നോട് പറഞ്ഞു, ബ്രദറെ, എനിക്ക് അങ്ങനെ വചനത്തിൽ വലിയ പരിജ്ഞാനമൊന്നുമില്ല, ബ്രദർ ഒരു 5 മിനിറ്റ് സംസാരിക്കാനായിട്ട് പറഞ്ഞു. ഞാൻ വളരെ ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, അത് കോരഹപുത്രന്മാർ തന്നെ എഴുതിയിരിക്കുന്ന സങ്കീർത്തനമാണ്, മോശ എഴുതിയിരിക്കുന്ന സങ്കീർത്തനമല്ല. ഞാനിത് പറഞ്ഞതോടുകൂടി ആ സഹോദരി അവിടെ കിടന്നങ്ങോട്ട് എന്താ പറയുന്നത്, ഒരു വല്ലാത്ത നിലയിലായി. അവരെ ഒച്ച വയ്ക്കാനും ബഹളം വയ്ക്കാനും എല്ലാം തുടങ്ങി. ഞാൻ അധികം സംസാരിക്കാനൊന്നും പോയില്ല. ഞാനവിടെ ഇരുന്ന് അവിടുന്ന് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ, ദൈവവചനം പഠിക്കാത്ത ആളൊക്കെയാണോ ഇങ്ങനെ കയറി ശുശ്രൂഷയ്ക്കൊക്കെ ആയിട്ട് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്? ഇതൊക്കെ തെറ്റല്ലേ, വചനവിരുദ്ധമായ കാര്യങ്ങളല്ലേ എന്ന്. എനിക്കതിനെക്കുറിച്ച് അധികം അറിയില്ല ബ്രദറെ. ഇന്ന് ഞാനിത് പറഞ്ഞത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനേക സഭകളിൽ എൽഡേഴ്സായിരിക്കുന്ന ആളുകൾ, പാസ്റ്റർമാരായിരിക്കുന്ന ആളുകൾ, അവർക്ക് ദൈവവചനത്തിൻ്റെ ഉപദേശ സത്യങ്ങളൊന്നും അധികം അറിയില്ല.
അതുകൊണ്ട് ആര് വഞ്ചിച്ച് പഠിപ്പിച്ചാലും ചതിച്ച് പഠിപ്പിച്ചാലും വഞ്ചനയുടെ ഉപദേശം പറഞ്ഞാലും അവർക്കത് ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത നിലയിൽ അവർക്ക് മേലെ ഒരു ലീഡർ ഉണ്ടാവും. ആ ലീഡർ പറയുന്നതായിരിക്കും അവർ മുഴുവനായിട്ട് അനുസരിക്കുന്നത്. അത് ഭയങ്കര അപകടകരമായ ഒരു കാര്യമാണ്. ഒരു സഭയിൽ ശുശ്രൂഷകനായിരിക്കുന്ന ആൾ, ഒരു പാസ്റ്ററാകട്ടെ, ഒരു മൂപ്പനാകട്ടെ, ഒരു ഉപദേശിയാകട്ടെ, ആരാണെങ്കിലും ദൈവവചനത്തിൻ്റെ ഉപദേശ സത്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നാൽ ഇന്ന് അനേക സഭകളിലും ഉപദേശ സത്യങ്ങൾ ചിലതെല്ലാം വളരെ കൃത്യമായിട്ട് പോകും. ഏതൊക്കെയാണ്? സ്വർണം ധരിക്കാൻ പാടില്ല, സ്വർണം ലോക്കറിൽ വയ്ക്കാം, സ്വർണം ആഭരണം ധരിക്കാൻ പാടില്ല, ലോക്കറിൽ വാങ്ങിച്ചു വയ്ക്കാം. പിന്നെ ഞായറാഴ്ച ഒരു കാരണവശാലും മുടക്കാൻ പാടില്ല. അവരുടെ മക്കൾക്കൊക്കെ വിദേശത്തൊക്കെ പോയി ജോലിക്കൊക്കെ പോകാം, പക്ഷേ ഞായറാഴ്ച ആരാധന മുടക്കാനായിട്ട് പാടില്ല. വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് വരണം. ഇങ്ങനെ കുറേ നിബന്ധനകളുണ്ട്. വളരെ കർക്കശമാണ് ആ കാര്യങ്ങളിലെല്ലാം. ദശാംശം കൃത്യമായിരിക്കണം. ഒരു കാരണവശാലും അത് കൊടുക്കാതിരിക്കാൻ പാടില്ല. കൃത്യമായിട്ട് ദശാംശം കൊടുക്കണം. പിന്നെ വിവാഹമൊക്കെ വേണമെങ്കിൽ മോചിപ്പിക്കാം, വേറെ വിവാഹം കഴിക്കാം, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദൈവജനത്തിൻ്റെ മധ്യേ സുഖത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും സമ്പത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും ദൈവം നമ്മെ വേർപിരിക്കും വരെ, മരണത്താൽ നമ്മെ വേർപിരിക്കും വരെ ഈ ഉടമ്പടി നിലനിൽക്കുമെന്ന് പറഞ്ഞ് ചെയ്യുന്ന പ്രതിജ്ഞയ്ക്കൊന്നും വലിയ വിലയില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, തുളസി, ചതകുപ്പ, ജീരകം ഇതിലൊക്കെ പതാരം കൊടുക്കും. വിലയേറിയതെല്ലാം ത്യജിച്ചു കളയുന്ന ഒരു തലമുറയുടെ നടുവിലാണ് നാം ജീവിക്കുന്നത്. ഇവിടെ കോരഹ് പുത്രന്മാർ ഈ സങ്കീർത്തനം എഴുതുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽക്കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഒരുപക്ഷെ നീ നിൽക്കുന്ന സഭയിൽ നിനക്ക് ഒരു സ്ഥാനമുണ്ടായിരിക്കും. നീ ഒരു മൂപ്പനായിരിക്കാം, നീ ഒരു ശുശ്രൂഷകനായിരിക്കാം, നീ ഒരു പാസ്റ്ററായിരിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്ഥാനം നിനക്ക് അവിടെ ഉണ്ടാകാം. എന്നാൽ ആ സഭ വിശ്വാസത്താൽ മുന്നോട്ട് പോകുന്ന ഒന്ന് അല്ല എങ്കിൽ ആ സ്ഥാനത്തിരിക്കുന്നതിൽ നല്ലത് വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഏതെങ്കിലും സഭയിൽ ഒരു വാതിൽക്കാവൽക്കാരനായിട്ടിരിക്കുന്ന, ഒരു സ്ഥാനവുമില്ലാതെ ഗേറ്റ് കീപ്പറായിട്ട് നിൽക്കുന്നതാണ് നിനക്ക് ഏറ്റവും നല്ലതെന്നാണ് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. ഇന്ന് അനേക ആളുകളും സ്ഥാനങ്ങളുള്ളതുകൊണ്ട് അതിൽ മുറുകെ പിടിച്ച് നിൽക്കുകയാണ്. അവർ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല, ദൈവശബ്ദത്തിന് ചെവി കൊടുക്കുന്നില്ല. അവിടെ സ്ഥാനം പോകുമല്ലോ എന്നുള്ള ഒരു ഭയമാണ്. എവിടെയെങ്കിലും ഒരു നല്ല സഭയിൽ ഒരു വാതിൽക്കാവൽക്കാരൻ, ഒന്നും വേണ്ട, അവിടെ പോയി ഏറ്റവും പിറകുവശത്ത് ആ ആരാധന, ആ വചന ശുശ്രൂഷ അതെല്ലാം കേട്ട് അനുസരിച്ച് പഠിക്കുന്ന ഒരു നല്ല ദൈവമകനായിട്ട് മകളായിട്ട് വളരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കോരഹപുത്രന്മാർ പറയുകയാണ്, ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ യഹോവയുടെ ആലയത്തിൽ വാതിൽക്കാവൽക്കാരനായി നിൽക്കുന്നത് എനിക്ക് ഏറെ നല്ലത്. ഈ കോരഹപുത്രന്മാരുടെ കാര്യം ആ സഹോദരിയെ കുറ്റം പറയാനായിട്ട് പറ്റില്ല. കാരണം യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. സംഖ്യാപുസ്തകം 15-16 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ ആ സഹോദരി വിചാരിച്ചതുപോലെ കോരഹും അബിരാമും നാദാമും അവരുടെ മക്കളും ഭാര്യമാരും എല്ലാം മരിച്ചുപോയി അവിടെ എഴുതിയിട്ടുണ്ട്. അത് പ്രകാരമാണ് ആ സഹോദരി അങ്ങനെ ക്ലാസ് എടുത്തത്. എന്നാൽ അത് പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അതിനോട്ട് സമ്മതിക്കുകയുമില്ല. എന്തായാലും പിന്നീട് അത് തിരുത്താനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കാനോ ഒന്നും ഞാൻ പോവുകയുണ്ടായില്ല. ഇവിടെ ഇതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ശബ്ദത്തിൽ ഒരു വ്യക്തി, ഇസ്രായേൽ ജനത്തിൽ നിന്നൊരു വ്യക്തി വിറക് പെറുക്കാനായിട്ട് പോയി. അപ്പോൾ അന്ന് കൽപ്പന കൊടുത്തിട്ടില്ല എന്ത് ചെയ്യണം, ശബ്ദത്തിൽ വിറക് പെറുക്കാൻ പോയവനെ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് കൽപ്പനയില്ല. അപ്പോൾ മോശ പോയിട്ട് ദൈവത്തോട് ചോദിച്ചു, ഇങ്ങനെ ഒരുത്തൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നു, എന്ത് ചെയ്യണം? അത് സംഖ്യാപുസ്തകം 15:32. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ ഇരിക്കുമ്പോൾ ശബ്ബത്ത് നാളിൽ ഒരുത്തൻ വിറക് പെറുക്കുന്നത് കണ്ടു. അവൻ വിറക് പെറുക്കുന്നത് കണ്ടവൻ അവനെ മോശയുടെയും അഹ്റോന്റെയും സർവ്വസഭയുടെയും അടുക്കൽ കൊണ്ടുവന്നു. അവനോട് ചെയ്യേണ്ടത് ഇന്നതെന്ന് വിധിച്ചിട്ടില്ലായതുകൊണ്ട് ഇന്നതെന്ന് അവർ അവനെ തടവിൽ വെച്ചു. പിന്നെ യഹോവ മോശയോട്, ആ മനുഷ്യൻ മരണശിക്ഷ അനുഭവിക്കണം, സർവ്വസഭയും പട്ടണത്തിന് പുറത്ത് വെച്ച് അവനെ കല്ലെറിഞ്ഞ് കൊല്ലണം. ഇവിടെ ഒരു മനുഷ്യൻ ദൈവസഭയെ തുച്ഛീകരിച്ചപ്പോൾ കുറച്ച് കഠിനമായതെന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ദൈവത്തിൻ്റെ ഒരു കമാൻഡ്മെൻറ്റ്, ആ ശബ്ബത്ത് സ്വസ്ഥമായിരിക്കേണ്ട ആ സമയത്ത് അവൻ വിറക് പെറുക്കാനായിട്ട് പോയി. അങ്ങനെ അവനെ കല്ലെറിഞ്ഞു കൊന്നു. പിന്നീട് ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞു, നിൻ്റെ വസ്ത്രത്തിൻ്റെ കോൺതലയ്ക്കൽ പൊടിപ്പുണ്ടാക്കുകയും കോൺതലയ്ക്കലെ പൊടിപ്പിൽ നീലച്ചരട് കെട്ടുകയും ചെയ്യണം. നിന്നെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന ദൈവമാണ് ഞാനെന്ന് നിനക്ക് ഓർക്കാനും
എപ്പോഴും നിനക്ക് ധ്യാനിക്കുവാനും അതൊരു കാരണമായിട്ട് തീരണം എന്ന് ഈ കാര്യങ്ങൾ സർവ്വസഭയോടും മോശ പറഞ്ഞു കൊടുത്തു. അപ്പോൾ പുരോഹിതനായിട്ട് അഹരോനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഉടനെ അവിടെ ഉണ്ടായിരുന്ന 16-ാം അധ്യായം 1-ാം വാക്യം, എന്നാൽ ലേവിയുടെ മകനായ കെഹാത്തിൻ്റെ മകനായ ഇസ്ഹാരിൻ്റെ മകൻ കോരഹ്, രൂബേൻ ഗോത്രത്തിൽ ഏലിയാബിൻ്റെ പുത്രന്മാരായ ദാഥാൻ, അബീരാം, പെലോത്തിൻ്റെ മകനായ ഓൻ എന്നിവർ ഇസ്രായേൽ മക്കളിൽ സഭാപ്രധാനികളും സംഘസദസ്യന്മാരും പ്രമാണികളായ 250 പുരുഷന്മാരെ കൂട്ടി മോശയോട് മത്സരിച്ചു. ഈ കോരഹാണ് അതിന് ഏറ്റവും കൂടുതൽ നേതൃത്വം കൊടുത്ത ആൾ. അവൻ ലേവ്യ കുടുംബത്തിലുള്ള ഒരാളാണ്. അവന് ശുശ്രൂഷകൾ കൊടുത്തിട്ടുണ്ട്. യഹോവയുടെ തിരുനിവാസത്തിലെ വേല ചെയ്യുവാനും സഭയുടെ ശുശ്രൂഷയ്ക്കായി അവരുടെ മുമ്പാകെ നിൽക്കുവാനും ഇസ്രായേലിലെ ദൈവം അവരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ശുശ്രൂഷ ഇല്ലാത്ത ആളുകളൊന്നുമല്ല. എന്നാൽ പൗരോഹിത്യം കൂടി ലഭിക്കണം. ഏത്? അഹരോന് കൊടുത്തിരിക്കുന്ന പൗരോഹിത്യം കൂടി അവർക്ക് ലഭിക്കണം. അഹരോനാണ് പുരോഹിതനായിട്ട് ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ പൗരോഹിത്യ ശുശ്രൂഷ, ധൂപകലശവും ധൂപവർഗവും ഒക്കെ ഇട്ട് ചെയ്യുന്ന ഈ ശുശ്രൂഷ ഇവർക്കും കൂടി ചെയ്യണം. അപ്പോൾ ഇവർ വന്നിട്ട് മോശയോട് പറഞ്ഞു, നീ ഞങ്ങളെ മരുഭൂമിയിൽ നിന്ന് അവിടുന്ന് വിളിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്നിട്ട് കൊല്ലാനായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. നീയും അഹരോനും മാത്രമൊന്നുമല്ല, ഞങ്ങളും വിശുദ്ധന്മാർ തന്നെയാണ്. ഞങ്ങൾക്കും ഈ ശുശ്രൂഷ ചെയ്യുവാനുള്ള അവകാശങ്ങളുണ്ട്, അധികാരങ്ങളുണ്ട് എന്ന് പറഞ്ഞ് മോശയോട് മത്സരിച്ചു. മോശ കവിണ്ണു വീണു. ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം മോശ പറഞ്ഞു, നാളെ ഒരു കാര്യം ചെയ്യും. നിങ്ങൾ 250 പേരും അതുപോലെ തന്നെ ഈ മത്സരത്തിന് നേതൃത്വം കൊടുത്ത നിങ്ങൾ 3 ആളുകളും നിങ്ങൾ ധൂപകലശമെടുത്ത് അതിൽ ധൂപവർഗ്ഗമിട്ട് യഹോവയുടെ സന്നിധിയിലേക്ക് വരാനായിട്ട് പറഞ്ഞു. അങ്ങനെ മോശയ്ക്കെതിരെ ഇവർ ധൂപകലശമെടുത്ത് ധൂപവർഗ്ഗം ഇട്ടുകൊണ്ട് അവർ വന്നു. ആ സമയത്ത് മേഘത്തിൽ ദൈവം പ്രത്യക്ഷനായി അവർക്ക്. ദൈവത്തിൻ്റെ തേജസ് അവിടെ വന്നു. ദൈവം ഇവരുടെ ഈ കൊള്ളരുതായ്മയും അധികാര കയ്യേറ്റവും അഹങ്കാരവും എല്ലാം കണ്ടപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, ഈ മനുഷ്യർ മരണശിക്ഷ അവരോട് പറഞ്ഞു, നിങ്ങൾ അവിടെ നിന്ന് വിട്ട് മാറി, നീ അഹരോനും മാറിപ്പോക്കോ, ഞാൻ ഈ ജനത്തിനെ ഒന്നടങ്ങ് കൊല്ലാൻ പോകുകയാണെന്ന് പറഞ്ഞു. ഉടനെ മോശ പറഞ്ഞു, അയ്യോ, ചില മനുഷ്യർ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ നീ എല്ലാവരെയും കൊല്ലല്ലേ, നീ അങ്ങനെ ചെയ്യില്ലെന്ന് ദൈവത്തോട് മോശ പറയുകയാണ്. അങ്ങനെ മോശ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം അവരോട് പറയുകയാണ്, നാദാബിൻ്റെയും അബിരാമിൻ്റെയും കോരഹിൻ്റെയും കൂടാരത്തിൽ നിന്ന് എല്ലാവരും മാറിപ്പൊക്കോളാനായിട്ട് പറഞ്ഞു. മോശ പറഞ്ഞു, ദൈവമാണ് പ്രവർത്തിക്കാൻ പോകുന്നത്. സാധാരണ മനുഷ്യർ മരിക്കുന്നത് പോലെ നിങ്ങൾ മരിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ കീഴെ ഭൂമി വായ് പിളർക്കും. നിങ്ങൾ ഭൂമിയിലെ അടിയിലേക്ക്, പാതാളത്തിലേക്ക് പോകും. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 16-ന്റെ 27-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, അങ്ങനെ അവർ കോരഹ്, നാഥാൻ, അബിരാം എന്നിവരുടെ വാസസ്ഥലത്തിൻ്റെ ചുറ്റിലും നിന്ന് മാറിപ്പോയി. 25, അവൻ സഭയോട്, ഈ ദുഷ്ടമനുഷ്യരുടെ സകല പാപങ്ങളാൽ നിങ്ങൾ സംഹരിക്കപ്പെടാതിരിക്കേണ്ടതിന് അവരുടെ കൂടാരങ്ങളുടെ അടുക്കൽ നിന്ന് മാറിപ്പോകുവിൻ, അവർക്കുള്ള യാതൊന്നിനെയും തുടരുത് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ കോരഹ്, ദാഥാൻ, അബീരാം എന്നിവരുടെ വാസസ്ഥലത്തിൻ്റെ ചുറ്റിലും നിന്നു മാറിപ്പോയി. എന്നാൽ ദാഥാനും അബീരാമും പുറത്തു വന്നു. അവരും അവരുടെ ഭാര്യമാരും പുത്രന്മാരും കുഞ്ഞുങ്ങളും താന്താങ്ങളുടെ കൂടാരവാതിക്കൽ നിന്നു. ഇവിടെ എഴുതിയിരിക്കുന്നത്, ദാഥാനും അബിരാമും പുറത്തു വന്നു. അവരും അവരുടെ ഭാര്യമാരും പുത്രന്മാരും കുഞ്ഞുങ്ങളും താന്താങ്ങളുടെ കൂടാരങ്ങളിൽ നിന്ന്. അപ്പോൾ മോശ പറഞ്ഞത്, ഈ സകല പ്രവൃത്തികളും ചെയ്യുന്നതിന് യഹോവ എന്നെ അയച്ചു. ഞാൻ സ്വമേധയായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ ഇതിനാൽ അറിയും. സകല മനുഷ്യരും മരിക്കുന്ന പോലെ ഇവർ മരിക്കുകയോ സകല മനുഷ്യർക്കും ഭവിക്കുന്ന പോലെ ഇവർക്ക് ഭവിക്കുകയോ ചെയ്താൽ യഹോവ എന്നെ അയച്ചിട്ടില്ല. അപ്പോൾ 27-ാമത്തെ വാക്യത്തിൽ അങ്ങനെ അവർ കോരഹ്, ദാഥാൻ, അബിരാം ഈ 3 ആളും, അതുപോലെ തന്നെ ദാഥാൻ, അബിരാം അവർ പുറത്തു വന്നപ്പോൾ അവരുടെ ഭാര്യമാരും മക്കളും കൂടി പുറത്തു വന്നു. എന്നാൽ കോരഹിൻ്റെ പുത്രന്മാരവിടെ വരുന്നില്ല. കോരഹിൻ്റെ പുത്രന്മാരവിടെ പ്രത്യക്ഷപ്പെടുന്നില്ല. അത് കൃത്യമായിട്ട് വായിച്ചാൽ നമുക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കോരഹ് വന്നു, ദാഥാനും അബിരാമും പുറത്തു വന്നു. അവരും അവരുടെ ഭാര്യമാരും പുത്രന്മാരും കുഞ്ഞുങ്ങളും താന്താങ്ങളുടെ കൂടാരവാതിക്കൽ നിന്നു. അപ്പോൾ മോശ പറഞ്ഞു, ബാക്കിയുള്ളവരോടെല്ലാം മാറിപ്പോക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഭൂമി അവരുടെ കീഴെ വായ് പിളർന്നു. ഇവർ നിലവിളിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ വഴിയില്ലാതെ ഇവർ ആ മണ്ണിനടിയിലേക്ക് പോയി. ആ സമയത്ത് 250 സംഘസദസ്യന്മാർ പ്രമാണികളായിട്ട് സ്ഥാനം എടുക്കാൻ വന്ന ധൂപകലശവും ധൂപവർഗ്ഗവും ഇട്ടുകൊണ്ട് ദൈവം നിയമിച്ചിരിക്കുന്ന ശുശ്രൂഷയ്ക്ക് വിരോധമായി അധികാരം നടത്തുവാനായിട്ട് വന്ന ഇവർ, അയ്യോ നമ്മളെയും ഭൂമി വിഴുങ്ങിക്കളയുമെന്ന് പറഞ്ഞ് അവിടുന്ന് ഓടിക്കളഞ്ഞു. എന്നാൽ യഹോവയുടെ തീ അവരെ പിന്തുടർന്ന് ചെന്ന് ആ 250 പേരെയും കൊന്നുകളഞ്ഞു. ഒരു വലിയ സംഹാരവും ഒരു വലിയ ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികളും അവിടെ ഉണ്ടായി.
ഇനി ഞാൻ പറഞ്ഞ വാക്യം ഒന്ന് വിശദമായിട്ട് പറയണമല്ലോ, ഇവിടെ വായിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. അതിൻ്റെ 26-ാം അധ്യായത്തിൻ്റെ സംഖ്യാപുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഭൂമി വായ തുറന്ന് അവരെയും കോരഹിനെയും വിഴുങ്ങിക്കളയുകയും തീ 250 പേരെ ദഹിപ്പിക്കുകയും ചെയ്ത സമയം ആ കൂട്ടം മരിച്ചു. അവർ ഒരു അടയാളമായി തീർന്നു. എന്നാൽ കോരഹിൻ്റെ പുത്രന്മാർ മരിച്ചില്ല. കോരഹിൻ്റെ പുത്രന്മാർ മരിച്ചില്ല. അതുകൊണ്ടാണ് കോരഹിൻ്റെ പുത്രന്മാർ 84-ാം സങ്കീർത്തനം എഴുതുമ്പോൾ അവർ പറയുകയാണ്, ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ യഹോവയുടെ ആലയത്തിൻ്റെ വാതിൽ കാവൽക്കാരനായി നിൽക്കുന്നത് എനിക്ക് ഏറെ നല്ലത്. വളരെ കരഞ്ഞു ആ കുഞ്ഞുങ്ങൾ, വളരെ ഒറ്റപ്പെട്ടു പോയി. അവരുടെ അപ്പനും അമ്മയും എല്ലാം മരിച്ചുപോയി. അവരുടെ വേണ്ടപ്പെട്ടവരെല്ലാം ഒരു ശാപകരമായ മരണത്തിലേക്ക് പോയി. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കുഞ്ഞുങ്ങളെ മറ്റുള്ളവർ നോക്കുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ. 84-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും, നമ്മുടെ ഹൃദയത്തിൽ ചങ്ക് പൊട്ടിപ്പോകുന്നൊരവസ്ഥയാണ് ആ കുഞ്ഞുങ്ങൾ. കാരണം എല്ലാവരും അവരെ തുറച്ചു നോക്കുകയാണ്. അവരുടെ അപ്പനും അമ്മയും ചെയ്ത തെറ്റിന് അവരെല്ലാവരും തുറിച്ചു നോക്കി അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരെഴുതുകയാണ്, സങ്കീർത്തനം എഴുതുകയാണ്, സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. കുരികിലൊരു വീടും ഈവൽപക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ, നിൻ്റെ യാഗപീഠങ്ങളെ തന്നെ. നിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ ദൈവാലയത്തിൽ വന്ന് തങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് അവരവിടെ നിൽക്കുകയാണ്. അവരാശ്വാസം കൊള്ളുകയാണ്. വലിയ കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു കുഞ്ഞുങ്ങളാണ് ഈ കോരഹപുത്രന്മാർ. ആ സഹോദരി ഈ സങ്കീർത്തനത്തെ വളച്ചൊടിച്ച് മോശ എഴുതുന്നത് അത് എങ്ങനെയൊക്കെയോ ഒരു പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നു. അത് പ്ലാൻ ചെയ്ത് കൊണ്ടുവരുമ്പോൾ തന്നെ അറിയാം അതിനകത്ത് ജഡികമാണ് ആ ശുശ്രൂഷ മുഴുവൻ. പരിശുദ്ധാത്മാവിൻ്റെ അനോയിൻറ്റിങ്ങിൻ്റെ യാതൊരു ഇതുമില്ലാതെ എന്തൊക്കെയോ അവർ പറഞ്ഞു കൂട്ടി. അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ പോയപ്പോൾ അവർ ഭയങ്കരമായിട്ട് ഒഫൻഡഡ് ആവുകയും അവരെൻ്റെ നേരെ ക്രുദ്ധിക്കുകയും ചെയ്തു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഇവിടെ ഈ കോരഹിൻ്റെ പുത്രന്മാർ നമുക്ക് നൽകുന്ന ഒരു നല്ല സന്ദേശമുണ്ട്, ഒരു വലിയ സന്ദേശമുണ്ട്. ഒരുപക്ഷെ നാം നിൽക്കുന്ന സഭ വിശ്വാസപ്രകാരം പോകുന്ന ഒരു സഭയായിരിക്കില്ല. വചനമൊക്കെ അറിയാം, പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമോ പരിശുദ്ധാത്മാവിന് നടത്തിപ്പോ വിശ്വാസത്തിൻ്റെ വീര്യപ്രവൃത്തികളോ ഒന്നുമില്ലാത്ത ഒരു കൂട്ടം ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സഭ കൂടി വരവ്. അവിടെ ദൈവത്തിൻ്റെ പ്രസൻസ് പോലും ഉണ്ടാകണമെന്നില്ല. എല്ലാം നടക്കുന്നത് സഭാ രാഷ്ട്രീയം ഉപയോഗിച്ചിട്ടാണ്. ബുദ്ധിമുട്ടുള്ള കളികളാണ് അവിടെ നടക്കുന്നതെല്ലാം. അതുകൊണ്ട് കോരഹിൻ്റെ പുത്രന്മാർ പറയുകയാണ്, ദൈവമേ, ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ യഹോവയുടെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായി നിൽക്കുന്നത് ഏറെ നല്ലത്. പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിനക്ക് ഒരു സ്ഥാനം ഉള്ളതുകൊണ്ട് നീ വിശ്വാസികളല്ലാത്ത, തിരുവെഴുത്ത് പറയുന്നത് നിങ്ങൾക്ക് അവിശ്വാസമുള്ള ദുഷ്ടൻ്റെ ഹൃദയം ഉണ്ടാകരുത്. ഇവിടെ ദുഷ്ടൻ്റെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദുഷ്ടൻ്റെ കൂടാരത്തിൽ പാർക്കുക എന്ന് പറഞ്ഞാൽ അവിശ്വാസമുള്ള ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ പാർക്കരുത്. അവിടെ നിങ്ങൾക്ക് വിജയമില്ല, അവിടെ നിങ്ങൾക്ക് നടത്തിപ്പില്ല, അവിടെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സും ഇല്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആലയത്തിൽ സ്ഥാനമൊന്നും ഉണ്ടാകില്ലെന്നേ. ഒരു സെക്യൂരിറ്റിക്ക് എന്തോരം വാല്യൂ ഉണ്ട്, അതുപോലെ ഒരു വാതിൽ കാവൽക്കാരനായിട്ട് നിൽക്കുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമോ? എൻ്റെ ജീവിതത്തിൽ ഞാനൊരു സഭ വിട്ട് മാറിപ്പോകുന്ന സമയത്ത് ദൈവം എന്നോട് സംസാരിച്ചൊരു വചനം കൂടിയായിരുന്നു ഇത്. അവിടെ ആർക്കും ഒരു വിശ്വാസവുമില്ല. യാതൊരു തരത്തിൽ ദൈവവചനത്തിൽ പറയുന്ന രോഗസൗഖ്യമൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. രോഗമൊന്നും ഇപ്പോൾ സൗഖ്യപ്പെടുത്താനായിട്ട് ദൈവത്തിന് ശക്തിയൊന്നുമില്ല. അതൊക്കെ കഴിഞ്ഞു പോയി. അതൊക്കെ ഉണ്ടായിരുന്നു ആദ്യമ നാളുകളിലുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും അങ്ങനെ ഇല്ല. ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികളെല്ലാം നിന്ന് പോയിന്ന് പഠിപ്പിക്കുന്ന പറയുന്ന കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന് മാറി നമുക്ക് സ്ഥാനമൊന്നുമില്ലെങ്കിലും ഒരു നല്ല സഭയിൽ കൂടി നിന്നാൽ നമുക്ക് വളരാനായിട്ട് പറ്റും. ദൈവകൃപയിൽ ശരണപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഇനി വചന കേൾവി അതിന് മുഖാന്തരമായി തീരട്ടെ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. അവർ മത്സരിക്കാൻ പോയില്ല. തൻ്റെ പിതാവ് ചെയ്ത പാപം പോലെ അവർ പാപം ചെയ്യാനായിട്ട് പോയില്ല. മോശയ്ക്കെതിരെ അവർ നിന്നില്ല. അവർ ഈ 250 പേരും അബിരാമും ദാദാനും കോരഹും ഈ ടീമുകൾ അവരുടെ ഭാര്യമാരും മക്കളും എല്ലാം നിന്നു. പക്ഷെ കോരഹിൻ്റെ പുത്രന്മാർ അവരോടൊപ്പം നിന്നില്ല. അവർ മാറി നിന്നു. അവർ ദൈവാലയത്തിലേക്ക് ഓടി. അവരങ്ങോട്ട് ഓടി. അവർ ദൈവത്തിൽ അഭയം കണ്ടെത്തി. കുരികിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. യഹോവേ, നിൻ്റെ യാഗപീഠങ്ങളെ തന്നെ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നവരുടെ ജീവിതം എത്ര ധന്യമാണെന്നറിയാവോ, എത്ര സമാധാനമാണെന്നറിയാവോ. ഇന്നീ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഒരു സ്ഥാനത്തെ നോക്കിയിരിക്കാതെ
അത് അവിശ്വാസികളുടെ ഒരു കൂട്ടമാണെങ്കിൽ അവിടം വിട്ട് സ്ഥാനം ഉപേക്ഷിച്ച്, സ്ഥാനം കിട്ടിയില്ലെങ്കിലും ഒരു നല്ല കൂട്ടായ്മയിൽ മുന്നേറുവാൻ തക്കോണം ദൈവം ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ. ദൈവനാമം ആ നിലയിൽ മഹത്വപ്പെടട്ടെ. മത്സരികളായിരിക്കാതെ ദൈവത്തിൽ തന്നെ ആശ്രയിച്ച് താഴ്മയോടെ ജീവിക്കുവാൻ ഈ ഇന്നത്തെ വചന കേൾവി മുഖാന്തരമാകട്ടെ. കർത്താവിൻ്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, നിൻ്റെ ആലയം എത്ര മനോഹരം! അവിടെ അഭയം കണ്ടെത്തുന്നവർ ഭാഗ്യവാന്മാരെ ഞങ്ങൾ വായിക്കുന്നു. കർത്താവേ, ദൈവമേ, നീ ഞങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന ആ വാസസ്ഥലം കർത്താവേ, നിൻ്റെ സന്നിധിയിൽ ദൈവമേ, അത് സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ടല്ലോ കർത്താവേ. നിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോൾ സമാധാനമുണ്ടല്ലോ കർത്താവേ. സ്ഥാനങ്ങളും മാനങ്ങളും ഒന്നും ഞങ്ങൾക്ക് വേണ്ട കർത്താവേ. ഞങ്ങളുടെ യേശു ഞങ്ങളുടെ ജീവിതത്തിലൂടെ മഹത്വപ്പെടണം. ഞങ്ങൾക്കൊരു പാസ്റ്റർ പദവി വേണ്ട കർത്താവേ. ഞങ്ങൾക്കൊരു പൗരോഹിത്യ പദവിയും വേണ്ട കർത്താവേ. കർത്താവേ, ഞങ്ങളുടെ പേരുകളിലൂടെ യേശു ഉയരണം കർത്താവേ. ഞങ്ങളുടെ വാക്കുകളിലൂടെ യേശു മഹത്വപ്പെടണം കർത്താവേ. യേശുവിൻ്റെ നാമം മാത്രം ഉയർന്നിരിക്കണം കർത്താവേ. അതിനായിട്ട് ഞങ്ങൾ സഹായിക്കണമേ കർത്താവ്. യേശുവിനെ പോലെ ആകുവാൻ, അങ്ങനെ ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ കർത്താവ്. ഈ തലമുറയിൽ അധർമ്മം പെരുകുന്നു. അനേകരുടെ സ്നേഹം തണുത്തു പോകുന്ന ഈ തലമുറയിൽ കർത്താവേ, നീ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലിയതുമായിരിക്കുമെന്നുള്ള വാഗ്ദാനം ഞങ്ങളുടെ ജീവിതങ്ങളിലൂടെ നിവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവ്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോ മക്കൾക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു കർത്താവേ. അവരുടെ മുൻപാകെ നിൽക്കുന്ന എല്ലാ പർവ്വതങ്ങളും, സെരുബാബേലിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ സമഭൂമിയായി തീരും. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മുൻപിലുള്ള എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ കർത്താവേ. ദൈവനാമം അവരുടെ ജീവിതത്തിലൂടെ മഹത്വപ്പെടട്ടെ കർത്താവേ. അവരുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇതിൻ്റെ ഓരോ കാഴ്ചക്കാരെയും ഓരോ കേൾവിക്കാരെയും നീ അനുഗ്രഹിക്കണമേ കർത്താവേ. യേശുവിനോട് ചെയ്യുവാനിടയിൽ കൃപ തന്നതിനായിട്ട് സ്തോത്രം. മഹത്വം എടുത്താട്ടെ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് ഞങ്ങളെ രക്ഷിതാവും കർത്താവുമായി യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ.